ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു സ്വപ്നം കാണുകയാണ്. അപ്പൊ സരയുവിനോട് ഈ ശാരി ചോദിക്കുകയാണ്, കല്യാണി മരിക്കോ, കല്യാണി അവള് കൊല്ലോ, എന്താ മോളെ മെസ്സേജ് വരാത്തത്, ഇനി കൊന്നിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് ഒന്നും പറയരുതെന്ന്, നിങ്ങൾ ഒരു അമ്മയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സരയു ഇങ്ങനെ പറയാണ്, ഉറപ്പായിട്ടും അവൾ തീർന്നിട്ടുണ്ടാവും, ആരെങ്കിലും വിളി എനിക്ക് വരും, എന്നെ തേടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്ന് നമ്മുടെ സരി സ്വപ്നം കാണുകയാണ്. കിരണും അതേപോലെ തന്നെ സരിയും കൂടി നേരെ അമ്പലത്തിലേക്ക് ചെല്ലുന്നു. അപ്പോൾ കിരൺ പറയുകയാണ്, ഏതായാലും ഇവിടെ കൊട്ടോ മേളവോ ഒന്നുമില്ല, ആൾക്കാരുമില്ല, പക്ഷേ നമ്മുടെ കല്യാണത്തിന് സാക്ഷിയാവുന്നത് ദൈവങ്ങളും അഗ്നികളും മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ സ്വന്തമാക്കാൻ പോവാ എന്നൊക്കെ സരയുനോട് പറയാം. സരയുവാണെങ്കിൽ സന്തോഷത്തോടെ മതി മറന്ന് നിൽക്കുന്നൊരവസ്ഥ. അങ്ങനെ കിരൺ പറയുക, എൻ്റെ കല്യാണിയെ എനിക്ക് മറക്കാനായിട്ട് പറ്റുന്നില്ല, കല്യാണി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ സരി ഇങ്ങനെ സംസാരിക്കുകയാണ്, എന്നാലും കിരണേ, നമ്മുടെ രണ്ട് മക്കൾക്കും അച്ഛനും അമ്മയും വേണ്ടേ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഒന്നിക്കാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതെ, അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ, ഇപ്പോൾ ആ ഒരു കാര്യം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ സരയു എന്നും പറഞ്ഞുകൊണ്ട് സരയുവിൻ്റെ കഴുത്തിലേക്ക് മാല ഇടുകയാണ്. അതേപോലെ തന്നെ കിരണിൻ്റെ കഴുത്തിലേക്ക് സരയുവും മാല ഇടുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കല്യാണം കഴിഞ്ഞ ആ ഒരു സീന് സരയു ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുകയാണ്. അപ്പോൾ സരയു ചിരിച്ചുകൊണ്ട് നേരെ ശാരിയുടെ മുന്നിലേക്ക് വന്നിട്ട്, അതെ, ഞാൻ നല്ല നല്ല സ്വപ്നങ്ങൾ കാണുകയാണ്, എനിക്ക് സ്വപ്നം കാണാൻ മാത്രമല്ലേ ഇപ്പം പറ്റുള്ളൂ മോളെ, സ്വപ്നം കാണലൊക്കെ പിന്നെ ദേ ആദ്യം കാര്യങ്ങളെല്ലാം നടക്കുമെന്നൊന്ന് നോക്കട്ടെ. ഓ, വീണ്ടും ഇവർ നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എൻ്റെ അമ്മേ, അവൾക്ക് ജ്യൂസ് കൊടുത്തിട്ടുണ്ട്, ജ്യൂസ് അവൾ കുടിച്ചതുമാണ്, അപ്പം അവൾ മരിച്ചു പോകുമല്ലോ, അത് കൺഫേം ആയ കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ സരയു ഭയങ്കര ആക്രാന്തത്തോടു കൂടി തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാ ഡോറും തുറന്നുകൊണ്ട് കിരൺ വരുന്നു. കിരൺ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോഴും, കിരണേ നീയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ മാത്രമല്ല, വേറൊരാളും കൂടി ഉണ്ടെന്ന് കിരൺ പറയുക. അങ്ങനെ നോക്കുമ്പോൾ കല്യാണിയും സന്തോഷത്തോടെ വരുന്നു. കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശാരിയും സരിയും ആണെങ്കിൽ അന്തം വിട്ട കുന്തം പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സരയു ശരിക്കും അന്തം വിട്ട് ഇങ്ങനെ നോക്കാം കല്യാണിയെ. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, സരയു നീ എന്താ ഇങ്ങനെ നോക്കുന്നത്, അതിശയത്തോടു കൂടി തന്നെ കല്യാണിയെ. അല്ല, ഞാൻ നോക്കിയത് വേറൊന്നുമല്ല, കല്യാണി എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ നോക്കിയതാ, പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും. അപ്പം കല്യാണി, ഞാൻ പോയായിരുന്നു സരയു, ഞാനേ താര ആൻറ്റിയോട് കുറേ സംസാരിച്ചായിരുന്നു, താര ആൻറ്റി തന്ന ജ്യൂസും ഞാൻ കുടിച്ചു. എന്നിട്ട് അമ്മ വല്ലതും പറഞ്ഞോ, അല്ല എന്താണ് അമ്മയുടെ മനസ്സിലെന്ന് എന്തെങ്കിലും പറഞ്ഞോ കല്യാണി എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും പറഞ്ഞില്ല സരയു, ഞാനേ പരമാവധി ചോദിച്ചു നോക്കി, പക്ഷേ അതൊന്നും പറയാനായിട്ട് ആൻറ്റി തയ്യാറാവുന്നില്ല, ചുമ്മാ കിടന്ന് കരയുവാണെന്നേ. എത്ര ചോദിച്ചിട്ടും പറയാത്ത ഒരാളോട് നമുക്ക് തല്ലി പറയിപ്പിക്കാനായിട്ട് പറ്റുമോ സരയു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആണല്ലേ, എന്നാലും അമ്മയുടെ മനസ്സിൽ എന്താണാവോ ഒന്നും മനസ്സിലാവുന്നില്ല. അത് തന്നെ എനിക്കും മനസ്സിലാവാത്തത്. സരയു, നീയും പല പ്രാവശ്യം ചോദിച്ചതല്ലേ എന്താ കാര്യം എന്നൊക്കെ, എന്നിട്ട് എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് എന്താ പറയാത്തതെന്ന്. അല്ല, ഇനി നമ്മളോട് പറയാൻ പറ്റാത്ത വല്ല രഹസ്യങ്ങളും ഉണ്ടാവോ? എന്ത് രഹസ്യം? ഒരു രഹസ്യം ഉണ്ടാവില്ല, അമ്മ അങ്ങനെയാണല്ലോ. ഏതായാലും ഞാനൊന്ന് ചെല്ലുന്നുണ്ട്, പോയൊന്ന് ചോദിക്കട്ടെ എന്താ നടന്നത്, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കട്ടെ, അമ്മ ചിലപ്പോൾ എൻ്റെ മുന്നിൽ മനസ്സ് തുറന്നാലോ. അല്ല കല്യാണി, നീയേ എന്നോട് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ കല്യാണിയോട്, ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ കിരണേ? അല്ല, നീ പറഞ്ഞെന്ന് പറഞ്ഞു ഈ എൻ്റെ അങ്കിള് മരിച്ചതിന് ശേഷമാണ് നിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ മനോവിഷമത്തിനുള്ള കാരണമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരയു ശാരി ഒന്ന് നോക്കാം. ശരിയാ, സത്യം തന്നെയാണ് പറഞ്ഞത്, എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് ഇങ്ങനൊരു ഡിപ്രഷനിലായത്, അമ്മയ്ക്ക് ഭയങ്കര സങ്കടം അനുഭവിക്കാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയാണ് ആൻറ്റിയുടെ മനസ്സിലെങ്കിൽ അത് ആൻറ്റിയുടെ വലിയൊരു തോൽവി തന്നെയാണ്. ഈ അങ്കിള് ജീവിച്ചിരുന്നപ്പോൾ ആൻറ്റിക്ക് ഒരു സ്നേഹം ഉണ്ടായിട്ടില്ല, എപ്പോഴും എതിർത്ത് സംസാരിക്കുകയും കരണത്തട്ടൊക്കെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളല്ലേ. ആ ആളോട് മരിച്ചു കഴിയുമ്പോൾ എന്തിനാണ് സ്നേഹം കാണിക്കുന്നത്? എനിക്കറിയില്ല കിരൺ, അതെൻ്റെ ഒരു തോന്നൽ മാത്രമാണ്, അമ്മ എന്നോട് തുറന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, എനിക്കങ്ങനെ തോന്നി, അത്രയേ ഉള്ളൂ. അത് ഞാൻ കല്യാണിയോട് പറഞ്ഞു. ശരി,
എന്തായാലും അങ്ങനൊരു സംഭവം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ശരി, എന്തെങ്കിലും ഞങ്ങൾ പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിരണും കല്യാണിയും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും സരയുവിന് വന്ന കലി. അപ്പോഴേക്ക് ശാരിയാണെങ്കിൽ മോളെ എന്താ മോളെ ഈ കാണുന്നത്? മോളല്ലേ പറഞ്ഞത് താര അവൾക്ക് ജ്യൂസ് കൊടുത്തെന്നും അവളിപ്പോ ബോധം കെട്ട് വീണ് കാണുമെന്നൊക്കെ മോളല്ലേ പറഞ്ഞത്? എന്നിട്ട് ദേ അവൾ ചിരിച്ചുകൊണ്ട് ജീവനോടെ മുന്നിൽ വന്നിരിക്കുന്നു. ഇതെന്തൊക്കെയാ മോളെ ഈ സംഭവിക്കുന്നത് ചോദിച്ചപ്പോഴേക്കും എനിക്കറിയില്ല, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അവരെന്നെ ചതിക്കുകയായിരുന്നല്ലേ? അപ്പൊ അവര് ജ്യൂസ് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചതോ? വിടില്ല ഞാൻ അവരെ ഒരിക്കലും ഞാൻ വിടില്ല. അവരുടെ നാക്ക് ഞാൻ പിഴുതെടുക്കും. അവരിനി സംസാരിക്കില്ല. ഓ, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാനായിട്ട് കഴിയില്ലല്ലേ? പക്ഷേ അവരിനി ഓരോ എഴുത്തും എഴുതാനായിട്ട് പോകുന്നില്ല. മെസ്സേജ് എഴുതിയല്ലേ അവർ ഓരോ കാര്യങ്ങളും ഓരോരുത്തരെ അറിയിക്കുന്നത്. ഇനി അത് നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. അവരെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ദേ എനിക്കിനി അവരെ കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് സരയു ഭയങ്കര അരിശത്തോടു കൂടി തന്നെ നേരെ താരയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലുക. അപ്പൊ ഡോറിൽ ഇങ്ങനെ മുട്ടുകയാണ്, കോളിംബെല്ലടിക്കുകയാണ്. ആര് വന്ന് കഥ തുറക്കുന്നില്ല. വീണ്ടും കോളിംബെല്ലടിക്കുക, കഥ തുറക്കുന്നില്ല. അങ്ങനെ വല്ലാത്ത ടെൻഷൻ നിൽക്കുക. ഇവരിത് എവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് കഥകിലൊന്നും തട്ടി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ കഥക് തന്നെ തുറന്നു പോവാണ്. അപ്പോൾ വാതിലടച്ചിട്ടില്ല എന്ന് സരയുവിന് മനസ്സിലായി. അങ്ങനെ സരയുവാണെങ്കിൽ താര, എടി താരേ, സ്വന്തം അമ്മയാണെന്ന് പോലും ചിന്തിക്കാതെ സ്വന്തം അമ്മയെ കയറി താരേ, എടി താരേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സരയു വിളിക്കുന്നത്. ഇവളത് എവിടെ പോയി? നിന്നെ ഞാൻ ശരിയാക്കി തരാടി. എൻ്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സാധിപ്പിക്കാതെ കല്യാണിയെ ഒരു ജ്യൂസ് പോലും കൊടുക്കാതെ നീ എന്നെ പറ്റിച്ചല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് താരയെ ഫുള്ള് അന്വേഷിക്കുകയാണ്. ബാത്റൂമിൽ പോയി അന്വേഷിക്കുന്നു, കിച്ചണിൽ പോയി അന്വേഷിക്കുന്നു, പിന്നെ ബെഡ്റൂമിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെയില്ല. അപ്പോൾ സരവിന് വല്ലാത്ത ഒരു അരിശ്യം വരികയാണ്. അങ്ങനെ സരയെ പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു ലെറ്റർ കാണുകയാണ്. ആ ലെറ്റർ എടുത്ത് നോക്കുകയാണ് സരയു. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും താര എഴുതി വെച്ചിരിക്കുന്ന ലെറ്റർ ആയിരുന്നു. അപ്പോൾ അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മോളെ, എൻ്റെ പൊന്നു മോളെ സരയു, ഈ അമ്മ പോവാണ്. ഇനി അമ്മയ്ക്ക് ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല. നീ പറഞ്ഞതുപോലെ മോളെ, കല്യാണിയെ കൊല്ലാനായിട്ട് എനിക്ക് പറ്റില്ല. മോളെ പോലെ തന്നെയാണ് എനിക്ക് കല്യാണിയെയും. അതുകൊണ്ട് തന്നെ എനിക്ക് കല്യാണിയെ ഒരിക്കലും വേർതിരിച്ച് കാണാനോ അവളെ കൊല്ലാനോ സാധിക്കില്ല. മോളോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. കല്യാണിയെ വെറുതെ വിട്ടേര്. അവള് നല്ലൊരു പെൺകുട്ടി തന്നെയാണ്. പിന്നെ എനിക്ക് എൻ്റെ ജീവിതം പൂർണ്ണമായി. ഞാൻ എവിടെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നതെന്നൊന്നും മോൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇനി ഞാൻ മോളുടെ മുന്നിലേക്ക് വരില്ല. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്നൊക്കെ സരയു വായിക്കുന്നുണ്ടെങ്കിലും ആരിഷ്യത്തോടു കൂടി തന്നെയാണ് സരയു അത് വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്: മോളെ, ഒരാളെ കൊന്നിട്ട് കിട്ടുന്ന ജീവിതം നമുക്കത് ശാശ്വതമായിരിക്കില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു ജീവിതം ഉണ്ടല്ലോ, അതിൽ സന്തോഷത്തോടെ കഴിയുക, അത്രയും മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ മോളോടൊപ്പവും എൻ്റെ കൊച്ചുമോളോടൊപ്പവും ഒക്കെ താമസിച്ചു. എൻ്റെ കൊച്ചുമോളെ ഞാൻ താലോലിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ഞാൻ ചെയ്തു. ഇനി അതിൽ പരം സന്തോഷമൊന്നും എനിക്കിനി കിട്ടാനില്ല. ഇനി പാപം ചെയ്തിട്ട് എനിക്കിനി പാപങ്ങൾ ഏറ്റുമേടിക്കാനും പറ്റത്തുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണ്. ഇനി നിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് എൻ്റെ മോളെ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ആ മോളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണമെന്ന് എനിക്ക് തോന്നി. അവിടെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകാൻ നേരത്ത് പിന്നെ എനിക്ക് അവിടെ ജീവിക്കാനായിട്ട് കഴിയില്ലല്ലോ. പക്ഷേ ഇങ്ങനൊരു മോളെ ജനിപ്പിച്ചു പോയതിൽ ഞാൻ വളരെയേറെ ദുഃഖിക്കുന്നു എന്ന് സരയുവിനെ കൂടി കുറ്റപ്പെടുത്തി താര അവിടെ എഴുതുകയാണ്. അപ്പോൾ താരയുടെ ആ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരയുവിന് ശരിക്കും ഭ്രാന്ത് പിടിക്കുക. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള്, കല്യാണിയെ ദ്രോഹിക്കാതെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് നോക്ക്. ഒരിക്കലും നിനക്ക് കിരണിനെ കിട്ടാനായിട്ട് പോകുന്നില്ല. കിരൺ നിന്റെ കഴുത്തിൽ താലി കെട്ടാനും പോകുന്നില്ല എന്നൊക്കെ താര എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആ കത്ത് അവിടെ അവസാനിപ്പിക്കുക. സരയുവിന് ഭയങ്കരമായിട്ട് അരിശു വരികയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ കിടന്നങ്ങോട്ട് ഭയങ്കരമായിട്ടും കിടന്ന് കാറുകയാണ്. അതിനുശേഷം സരയു നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് നമ്മുടെ ശാരിയാണെങ്കിൽ അവിടെ കിടക്കുക. അപ്പോൾ സരയുവിനെ കഴിഞ്ഞപ്പോഴേക്കും മോളെ, എന്താ മോളെ, എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ്. അവളില്ലേ, അവള് എൻ്റെ അമ്മയെന്ന് പറഞ്ഞ അവള് പോയി എന്ന് പറയാണ്. പോയെന്നോ? എവിടെ പോയെന്ന്? അതെ, പോയി. എല്ലാവരും വിട്ടിട്ട് പോയി. ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇതേ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ കാണിച്ചു കൊടുക്കുക. ഷാരിയും അത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഷാരിക്കും അത് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഷാരി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കണം. മോളെ, എന്താ മോളെ ഈ കാണുന്നത്? അപ്പോൾ അവർ പോയോ? അതെ, അവരെ തീർക്കാൻ വേണ്ടി തന്നെ ഞാൻ അങ്ങോട്ട് പോയത്. അങ്ങനെ ഒരു തള്ളയുടെ ആവശ്യം എനിക്കില്ലായിരുന്നു. അവരെൻ്റെ അമ്മയല്ല,
അവരെന്നെ സ്നേഹിച്ചിട്ടില്ല. നിങ്ങൾ മാത്രമാണ് എൻ്റെ അമ്മ. ഇനി ഞാൻ എല്ലാവരോടും പറയും എന്നെ പ്രസവിച്ച അമ്മ ദേ ശാരിയാണെന്ന് ഞാൻ എല്ലാവരോടും പറയും എന്നൊക്കെ സരി ഇങ്ങനെ പറയാണ്. അപ്പോൾ സരീൻ്റെ ആ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശാരിക്ക് ഭയങ്കരേറെ സന്തോഷം തോന്നുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവർ ഈ ലെറ്റർ എഴുതി വെച്ച് പോയെങ്കിലും അവരതിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കല്യാണിയെ വെറുതെ വിടണമെന്നും എന്നെയും കല്യാണിയെയും അവർ ഒരേപോലെയാണ് കണ്ടിരിക്കുന്നതെന്ന് പോലും. അവൾക്ക് ജ്യൂസ് കൊടുത്തു. പക്ഷേ അവൾ കുടിച്ച ജ്യൂസ് നല്ല ജ്യൂസ് തന്നെയായിരുന്നു, വിഷം അവൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ താരയെക്കുറിച്ച് അനാവശ്യമായ രീതിയിൽ സരിയ ഇവിടെ പറയുകയാണ്. ശാരിയാണെങ്കിൽ പേടിച്ച് വരച്ച് നിൽക്കുന്നൊരവസ്ഥ. മോളെ ഞാൻ അപ്പോഴേ മോളോട് പറഞ്ഞില്ലേ താരയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന്. കല്യാണിയെ ഒരുപാട് സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് താര. അപ്പോൾ താരയ്ക്ക് അവളെ കൊല്ലാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ എന്തായി മോളെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടന്നില്ലേ? മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. പക്ഷേ ഈ താര തോൽപ്പിച്ചാൽ ഞാൻ തോൽക്കോ? ഇല്ല. ദേ എൻ്റെ ജീവിതം തകർത്തവർ, ഒന്ന് മനോഹർ, ഒന്ന് കല്യാണി. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവ രണ്ടുപേരെയും ഞാൻ കൊല്ലും. എന്നിട്ട് ഞാൻ ജയിലിൽ പോകും. അത്രേ സംഭവിക്കാനായിട്ട് പോകുന്നുള്ളൂ. കിരൺ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. ഇനി കല്യാണിയുടെ അന്ത്യം അതെൻ്റെ കൈ കൊണ്ട് തന്നെ. ഇനി ഞാൻ ആരെയും നോക്കില്ല, ആരെയോട് റെക്കമെൻഡേഷൻ പറയില്ല. അവളെ തീർക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിനി ഒരുമിട്ടിറങ്ങുന്നത്. മോളെ ദേ ഞാനൊരു കാര്യം പറയട്ടെ, കിരൺ കല്യാണിയാണ് സ്നേഹിക്കുന്നത്, നിന്നെ സ്നേഹിക്കുന്നില്ല. കല്യാണിയെ സ്നേഹിക്കുന്ന പോലെ എപ്പം മുതലാണ് സ്നേഹിക്കുന്നതാ അവളെ? കിരൺ പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ എവിടെയോ പോയപ്പോൾ സൈക്കിളിൽ നിന്ന് വീഴുന്നോ കല്യാണി വന്ന് രക്ഷിച്ചെന്നോ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കിരൺ പറയുന്നത് മുഴുവനും പച്ച കള്ളമാണ്. അങ്ങനെ ചെറുപ്പത്തിലെന്നും അവളെയൊന്നും കണ്ടിട്ടില്ല. അവളെ കണ്ടത് 10-22 വയസ്സായപ്പോഴാണ് അവളെ കണ്ടത് കിരൺ. അതിനുശേഷം അവള് അവൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടി ചെന്നത്. പക്ഷെ ഞാനോ ജനിച്ച നാൾ മുതൽ നിങ്ങളൊക്കെ പറഞ്ഞു ഇരുന്നതല്ലേ കിരണ് നിനക്കുള്ളതാണ് എന്നൊക്കെ. എന്നിട്ട് അവനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയായിരുന്നു ഞാൻ. പക്ഷേ അവൻ്റെ മനസ്സിലും ഞാൻ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയ്ക്കാണ് കല്യാണി കയറി വന്നതും അവൻ്റെ മനസ്സിലേക്ക് ഇടം പിടിച്ചു വന്നതും. അവളൊരു കള്ളിയാണ്, മഹാകള്ളി. അവളെൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി തന്നെ അവള് ഒരു ചെറ്റക്കുടിൽ കിടന്ന് നരകിക്കുകയായിരുന്നില്ലേ. അപ്പോൾ നല്ലൊരാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുഖമായിട്ട് ജീവിക്കണം നമ്മൾക്ക് തോന്നി. അതുകൊണ്ടാ കിരണിനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഓരോ ഭക്ഷണമൊക്കെ കൊടുത്ത് അവൾ കൈവശത്താക്കിയത്. പക്ഷേ ഞാനിത് മറക്കില്ല, ക്ഷമിക്കുകയില്ല. അവളെ ഞാൻ തീർക്കുമെന്ന് പറഞ്ഞാൽ തീർത്തിരിക്കും. ഇനി എനിക്ക് ഒരു ക്ഷമയില്ല. അവള് കിരണിൻ്റെ ജീവിതത്തിലേക്ക് വേണ്ട, അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. ഇത് കേട്ട ശാരിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടി തോന്നുകയാണ്. ദൈവം മോളെ ഇനിയും ആപത്തിലേക്ക് വരുത്തി വെക്കല്ലേ മോളെ. നീ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരാ മോളെ ഉള്ളത്? നിനക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങളുടെ കൊച്ചുമോളില്ലേ, കൊച്ചുമോളോട് സന്തോഷത്തോടെ ജീവിക്കുക. പിന്നെ നിങ്ങളെ കെട്ടിക്കൊണ്ട് വന്ന വീടല്ലേ അത്. ആ വീട്ടിൽ നിങ്ങൾക്ക് എല്ലാ അധികാരത്തോടു കൂടി തന്നെ ജീവിക്കാമല്ലോ. പിന്നെ നിങ്ങളെ നോക്കാനായിട്ട് നിങ്ങളുടെ ചുറ്റിനും ആൾക്കാരുണ്ട്. നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. തെറ്റുകൾ ചെയ്ത് ജയിലിൽ പോകാൻ പോകുന്നത് ഞാനല്ലേ. അപ്പോൾ ഞാൻ അനുഭവിച്ചോളാം. ഇനി നിങ്ങൾ എന്ത് പറഞ്ഞും എൻ്റെ മനസ്സ് മാറ്റാമെന്ന് നോക്കണ്ട, ഞാൻ അതിന് വഴങ്ങിത്തരില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരി ഭയങ്കര തീരുമാനങ്ങൾ എടുക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.